നമസ്കാരം. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുക്രിസ്തു ഒരു കഴുതപ്പുറത്ത് കയറിയാണ് ജെറുസലേം നഗരത്തിലേക്ക് എത്തിയത്. ജെറുസലേം നഗരവാസികൾ യേശുക്രിസ്തുവിനെ ആർപ്പുവിളികളോടെ സ്വീകരിച്ചു. അവർ അവരുടെ മേൽവസ്ത്രം വഴിയിൽ നിരത്തിയും മരച്ചില്ലകൾ ഒടിച്ച് പാതയൊരുക്കിയും യേശുവിനെ സ്വീകരിച്ചു. ദാവീദിൻ്റെ പുത്രൻ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ ഓശാന എന്ന് പറഞ്ഞായിരുന്നു അവർ സ്വീകരിച്ചത്. ഈ ദിനത്തെയാണ് ഓശാന ഞായറായി ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത്. അതിനുശേഷം കൃത്യം 5 ദിവസം പിന്നിട്ടപ്പോൾ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റണമെന്ന് പറഞ്ഞ് അവർ മുറവിളി കൂട്ടി. ഇവനൊരു കുറ്റവും ഞാൻ കണ്ടെത്തിയില്ല, അതുകൊണ്ട് ഇവന് പകരം നഗരത്തിൽ കലാപവും കൊള്ളയും കൊലപാതകവും നടത്തിയതിനെ ജയിലിലടച്ചിരിക്കുന്ന ബറാബസിനെ ഞാൻ വിട്ടുതരാം എന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവനെ ക്രൂശിക്കുക, യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ് ജനക്കൂട്ടം ആർത്തു വിളിച്ചത്. ഒടുവിൽ ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പീലാത്തോസ് വിട്ടുകൊടുത്തു. യേശുക്രിസ്തുവിനെ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ യഹൂദ പ്രമാണിമാർ കുരിശിലേറ്റി. ഈ കഥ പറയാൻ കാരണം മുഖ്യമന്ത്രി വി ഡി സതീശന് ഈ ദിവസങ്ങളിൽ കിട്ടിയ സ്വീകാര്യതയാണ്. വി ഡി സതീശന് വേണ്ടി കേരളം ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, തെരുവിൽ പോലും വി ഡി സതീശന് വേണ്ടിയുള്ള ഓശാന വിളികളായിരുന്നു. ആ ഓശാന വിളിയുടെ ശക്തിയിൽ ഹൈക്കമാൻഡ് ലോ കമാൻഡായി, KPCC നിർവീര്യമായി, അതിശക്തനായ KC വേണുഗോപാൽ നിഷ്കാസിതനായി, വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിലിരുന്നു. എന്നാൽ ഓർക്കുക, ഈ ജനക്കൂട്ടം തിരിച്ചുകൂവാൻ അധിക നാൾ വേണ്ടിവരില്ല. അവരൊരു ആവേശത്തിലാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. വി ഡി സതീശൻ്റെ ചാട്ടുളി പോലെയുള്ള വാക്കുകൾ കേട്ട് അവരിൽ പലരും കരുതുന്നു, വി ഡി മുഖ്യമന്ത്രിയായാൽ ഈ നാട് കഴിഞ്ഞ 10 വർഷം ഭരിച്ചു മുടിപ്പിച്ച ജനങ്ങൾ അതുപോലെ വെറുത്ത പിണറായിയെ പിടിച്ച് ജയിലിലിടുമെന്ന്, പിണറായിയുടെ ഭാര്യയെയും മക്കളെയും വിചാരണ ചെയ്യുമെന്ന്, പിണറായിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഭീകരതയ്ക്കെതിരെ സന്ധിയില്ല സമരം നടത്തുമെന്ന്. പക്ഷെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ വി ഡി സതീശൻ ഒരു ശൈലി വ്യത്യാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന ജാട ഉപേക്ഷിച്ച് എല്ലാവരെയും പോയി കാണുക, എല്ലാവരോടും സമന്വയത്തിലാവുക, നല്ലത് തന്നെയാണ്, ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് പൈലറ്റ് വാഹനങ്ങളും അകമ്പടി വാഹനങ്ങളുമൊക്കെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമൊക്കെ കയ്യടി നേടും. പക്ഷെ ജനം വെറുത്തു പുറത്താക്കിയ വി ഡി സതീശൻ ജയിലിലടയ്ക്കും എന്ന് ദിവാസ്വപ്നം കണ്ട പിണറായിയെ വീട്ടിൽ പോയി കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആതിഥേയത്വം സ്വീകരിക്കുമ്പോൾ ആളുകൾ നിരാശരായി തുടങ്ങും എന്ന് വി ഡി സതീശൻ അറിഞ്ഞാൽ കൊള്ളാം. ഇത്തരം നിരാശയുടെ ദിനങ്ങൾ ആവർത്തിക്കുമ്പോൾ ഓശാന പാടിയവർ കുരിശിലേറ്റുന്ന ദിനവും വിദൂരമായെന്ന് വരില്ല. അത്തരമൊരു കൂക്കുവിളി ഒഴിവാകണമെങ്കിൽ 102 സീറ്റ് നൽകി അധികാരത്തിലെത്തിയ ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വളരണമെങ്കിൽ അടിയന്തിരമായി വി ഡി സതീശൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ വി ഡി സതീശനെ കാത്തിരിക്കുന്നത് തെരഞ്ഞെടുത്ത് ഓശാന വിളിച്ച ജനങ്ങളുടെ കൂക്കുവിളിയാവും. അത്തരം അടിയന്തര പ്രാധാന്യമുള്ള 10 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ. അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി ഒരു കമ്മിറ്റി ഉണ്ടാക്കി സാമ്പത്തിക ധവളപത്രം പുറപ്പെടുവിക്കാനുള്ള നീക്കം നടത്തുകയാണ് ആദ്യത്തേത്. സംസ്ഥാനത്തിൻ്റെ ധനനില എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. 4000 കോടി ഇട്ടിട്ട് പോയി എന്നാണ് ധനമന്ത്രി പറയുന്നത്. എന്നാൽ എത്ര കോടി രൂപ ആളുകൾക്ക് കൊടുക്കാനുണ്ട്? ക്ഷേമ പെൻഷൻ എത്ര കൊടുക്കാനുണ്ട്? കരാറുകാർക്ക് എത്ര കൊടുക്കാനുണ്ട്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എത്ര കൊടുക്കാനുണ്ട്? ഉദ്യോഗസ്ഥന്മാരുടെ അരിയേഴ്സ് കുടിശ്ശിക എത്രയാണ്? വിരമിച്ചു പോയ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ എത്രയാണ്? ഇങ്ങനെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഈ സർക്കാരിനുണ്ട്. ആ സാമ്പത്തിക ബാധ്യതകളെല്ലാം ഇനം തിരിച്ച് കൃത്യമായി രേഖപ്പെടുത്തണം. സർക്കാരിൻ്റെ പൊതുകടത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കണം. സർക്കാരിന് ആകെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം എത്രയാണ്, ഇനിയും എത്ര വരുമാനം പ്രതീക്ഷിക്കുന്നു, എത്ര കമ്മിയുണ്ട് എന്ന് വ്യക്തമായി കാണിക്കുകയും ഇതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യണം. ഈ ധവളപത്രത്തിൽ ധൂർത്ത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ബോർഡുകളും കമ്മീഷനുകളുമൊക്കെ ആവശ്യമില്ലാത്തവ സംയോജിപ്പിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യണം. ഒരിക്കലും നന്നാവാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം. ക്ഷേമനിധികൾ സംയോജിപ്പിച്ച് ചെറുതാക്കണം. കിട്ടാനുള്ള നികുതി അടക്കമുള്ളവ പിരിച്ചെടുക്കണം. ഇത്തരത്തിൽ എങ്ങനെയാണ് ധനസ്ഥിതി മെച്ചപ്പെടുത്തേണ്ടത് എന്നതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ധവളപത്രമായിരിക്കണം ആദ്യം ഇറക്കേണ്ടത്. രണ്ടാമതായി ചെയ്യേണ്ടത് 10 വർഷത്തെ അധികാര പ്രമത്തതയ്ക്കിടയിൽ കേസ് തോറ്റുകൊടുക്കുന്നത് ഈ സർക്കാരിൻ്റെ ശീലമായിരുന്നു. കഴിവില്ലാത്ത പാർട്ടിക്കാരെ GP-മാരായും PP-മാരായും ഒക്കെ നിയോഗിച്ച് സർക്കാർ സ്വത്തുക്കൾ പലതും ഇല്ലാതാക്കി. അത്തരം പല കേസുകളും ഇപ്പോൾ തുടരുകയാണ്. ആ GP-മാരും PP-മാരും ഒക്കെ പിണറായി സത്തിൻ്റെ തുടർച്ചക്കാരായി ഇപ്പോഴും നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ, ക്രിമിനലുകളെ രക്ഷിക്കുന്ന തരത്തിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കുക, അല്ലെങ്കിൽ സർക്കാരിന് ദോഷമുണ്ടാക്കുന്ന നിലപാട് അവർ ധൃതി പിടിച്ച് പൂർത്തിയാക്കും. രാഷ്ട്രീയ നിയമനങ്ങളാണ് GP-യുടെയും PP-യുടെയും എന്നറിയാം.
അതാ മുറയ്ക്ക് നടക്കട്ടെ. അവരെ നിയമിക്കുന്നത് വരെ ഈ നിലയിൽ വിട്ടുകൊടുത്താൽ പല കേസുകളും തോറ്റുപോകും എന്നതുകൊണ്ടും ഇനി പല നടപടിക്രമങ്ങളും ചെയ്തു പൂർത്തിയാക്കേണ്ടതുള്ളതുകൊണ്ടും അടിയന്തരമായി കഴിവുള്ള കുറച്ച് GP-മാരെയും PP-മാരെയും സംസ്ഥാന വ്യാപകമായി നിയോഗിക്കുക. അത് രാഷ്ട്രീയ പരിഗണന വെച്ചാവരുത്, കഴിവുള്ളവരാവണം. കേസ് നടത്തി പ്രഗത്ഭരായ ഗിരിജ ഗോപാൽ, മോഹൻ രാജ്, ശ്യാം ശേഖർ തുടങ്ങിയ കഴിവ് തെളിച്ച അഭിഭാഷകരെ അടിയന്തരമായി നിയോഗിക്കുക. രാഷ്ട്രീയ നിയമനങ്ങൾ പിന്നീട് നടക്കട്ടെ. മൂന്നാമത്തത് ചീഫ് സെക്രട്ടറി ഉന്നത IAS-കാരെയും കൈകാര്യം ചെയ്യുന്നതാണ്. പിണറായിയുടെ എല്ലാ അഴിമതിക്കും കൂട്ടുനിന്ന, എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച, അഴിമതിക്ക് പേരുകേട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്. ഇനി 1 മാസം കൂടിയേ ബാക്കിയുള്ളൂവെങ്കിലും അദ്ദേഹം ഇപ്പോൾ പല കള്ളത്തരങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു, പല ഫയലുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ മുഖ്യമന്ത്രി ആയതിനു ശേഷവും ജയതിലകിന് ഇങ്ങനെ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ അവസരമൊരുക്കരുത്. അതിന് തടയിടാൻ വേണ്ടത് ചെയ്യുക. അഴിമതിക്ക് വശംവദരാകാത്ത നല്ല ഉദ്യോഗസ്ഥരെ കണ്ടെത്തി നിലവിലുള്ള ചീഫ് സെക്രട്ടറിയെ തുടരുന്നിടത്തോളം കാലം അഴിമതി കാണിക്കാതിരിക്കാൻ ഉത്തരവാദിത്വമുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. ഏതാണ്ട് 20 വർഷമായി സർവീസിൽ ഇല്ലാതിരുന്ന സഞ്ജയ് കൗശിക് എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പെട്ടെന്ന് സ്ഥലത്തെത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ പുറത്തുപോയി പണിയെടുത്തതിന് അബ്സ്കോണ്ടിങ്ങായി രേഖപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് സഞ്ജയ് കൗശിക്. സഞ്ജയ് കൗശിക്കിനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് KM എബ്രഹാമാണ്. കിഫ്ബിയിലെ തട്ടിപ്പുകൾ തുടരാൻ അത്തരക്കാരെ തിരിച്ചറിയുക, അകറ്റി നിർത്തുക. ഹോം സെക്രട്ടറി ബിശ്വാസ് സിൻഹയെ പോലുള്ളവരെയും സൂക്ഷിക്കുക. നിരവധി യുവ വനിതാ IAS-കാർ ഇയാൾക്കെതിരെ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും എടുക്കാതിരിക്കുന്നത് അയാൾ ഹോം സെക്രട്ടറി ആയതുകൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത്തരം അബദ്ധങ്ങൾക്ക് ഓശാന പാടുന്നത് അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുക. അതായത് ആഭ്യന്തരം, വിജിലൻസ്, പൊതുഭരണം, ഈ 3 സെക്രട്ടറിമാരെ അടിയന്തരമായി മാറ്റി കാര്യക്ഷമതയുള്ള വിശ്വസ്തരായ അഴിമതിക്കെതിരെ പോരാടുന്നവരെ നിയോഗിച്ചില്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകും. മിൻഹാജ് ആലമിനെയും B അശോകിനെയും പ്രശാന്തിനെയും പോലുള്ള ഉദ്യോഗസ്ഥർ പുറത്തു നിൽക്കാതെ അവരെ ഇത്തരം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അടിയന്തര പരിഹാരം കാണുക. ഈ 3 വകുപ്പ് തലവന്മാരെ നിയോഗിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നാലാമത്തത് കിഫ്ബി എന്ന വെള്ളാനയുടെ എല്ലാ പ്രവർത്തനങ്ങളും തൽക്കാലത്തേക്ക് മരവിപ്പിക്കുക. കിഫ്ബിയിൽ നടന്ന എല്ലാ ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കാൻ, അവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പരിശോധിക്കാൻ അടിയന്തരമായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുക. സാമ്പത്തിക വിദഗ്ധർ അടങ്ങിയ സമിതിയായിരിക്കണം. കിഫ്ബിയുടെ തട്ടിപ്പ് എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും കിഫ്ബിയുടെ പേരിൽ നടത്തിയ അഴിമതിയും തട്ടിപ്പും എങ്ങനെ നിയമപരമായി നേരിടാമെന്നും ഒരു ശുപാർശ എത്രയും വേഗം സംഘടിപ്പിക്കുക. കിഫ്ബിയുടെ പേരിൽ നടത്തിയ അഴിമതിക്ക് KM എബ്രഹാം അടക്കമുള്ളവർക്കെതിരെ FIR ഇട്ട് കേസെടുത്ത് അന്വേഷിക്കാൻ സാഹചര്യം ഒരുക്കുക. ഗവൺമെൻറ് റിഫോംസിന് വേണ്ടി മാത്രം ഒരു OSD, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയെ അടിയന്തര ഉത്തരവിലൂടെ നിയോഗിക്കുക. എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ ചെലവ് കുറയ്ക്കേണ്ടത്, എങ്ങനെയാണ് AI അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ന്യൂ ഗവേണൻസ് നടപ്പിലാക്കേണ്ടത്, എങ്ങനെയാണ് മനുഷ്യാധ്വാനവും സാമ്പത്തിക ലാഭവും ഇത്തരം പ്രവൃത്തികളിലൂടെ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് കാര്യക്ഷമത ഉറപ്പാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പഠിച്ച് റിപ്പോർട്ട് തരാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുക. ഈ മേഖലയിൽ വലിയ ഗവേഷണം നടത്തിയിട്ടുള്ള പരിചയമുള്ള N പ്രശാന്തിനെ പോലുള്ള ഉദ്യോഗസ്ഥരെ പരിഗണിക്കുന്നത് ഉചിതമായിരിക്കും. ആറാമത്തത് പോലീസ് തലപ്പത്തെ അഴിച്ചുപണിയാണ്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അഴിച്ചു പണിയാതെ പിണറായിക്ക് വേണ്ടി വിടുപണി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അകറ്റി നിർത്തുകയും ഇപ്പോഴത്തെ DGP പരിക്കേൽക്കാതെ മുമ്പോട്ട് പോകാൻ നടത്തുന്ന ശ്രമത്തിൽ ഇടപെടുകയും ചെയ്യണം. ഇപ്പോഴത്തെ DGP പിണറായിസ്റ്റ് വൃത്തികേടുകളുടെ തുടർച്ചയാണ്. അദ്ദേഹത്തിന് CPM-കാരെ മുറിവേൽപ്പിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നവർക്കെതിരെ നടപടിയെക്കുന്ന തരത്തിൽ പോലീസ് തലപ്പത്ത് അഴിച്ചുപണി നടത്തുക. യോഗേഷ് ഗുപ്തയെ പോലെ അഴിമതിക്കെതിരെ സന്ധിയില്ല സമരം നടത്തുന്ന ഉദ്യോഗസ്ഥരെ മുമ്പിൽ നിർത്തുക. മനോജ് എബ്രാഹവും ശ്രീജിത്തും പോലുള്ള ഉദ്യോഗസ്ഥർ പിണറായി ഭരണകാലത്ത് മറ്റൊരു ഉദ്യോഗസ്ഥരും ഇല്ലാത്തതുകൊണ്ട് തലപ്പത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും ആ അഴിമതി സംവിധാനത്തിൻ്റെ ഭാഗമാവാതെ സൂക്ഷിച്ചു നടന്നവരാണ്. അതുകൊണ്ട് അവരോട് പിണറായിയുടെ ആളുകളാണ് എന്ന് ശത്രുതയുടെ ആവശ്യമൊന്നുമില്ല. പോലീസ് തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി മനസ്സിലാക്കി വേണ്ട അഴിച്ചുപണി ഉടനടി നടത്തുക. അജിത് കുമാറിനെ പോലെ പിണറായിക്ക് വേണ്ടി വിടുപണി ചെയ്തവരെ 7 അയൽപ്പക്കത്ത് അടുപ്പിക്കാതെ നിർബന്ധിത റിട്ടയർമെൻറ്റ് കൊടുത്ത് വിട്ടയക്കുക. രാഹുൽ ആർ നായരെ പോലെ പിണറായിയോട് പിണങ്ങി സ്ഥലം വിട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊണ്ടുവരിക. ഏഴാമത്തത് പിണറായി വിമർശിച്ചതിൻ്റെ പേരിലോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലോ ഒക്കെ എടുക്കപ്പെട്ട കള്ളക്കേസുകളെക്കുറിച്ചും അച്ചടക്ക നടപടികളെക്കുറിച്ചും അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ വയ്ക്കുക. അത്തരം കള്ളക്കേസുകളൊക്കെ എഴുതി തള്ളുക. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടിയുമൊക്കെ സമരം ചെയ്തവർക്കെതിരെയുള്ള എല്ലാ കേസുകളും പൂർണ്ണമായും എഴുതി തള്ളുക. മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ വിമാനത്തിൽ കയറി കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ എടുത്ത കേസും
കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ എടുത്ത കേസുമടക്കം എല്ലാ കള്ളക്കേസുകളും പ്രത്യേകം അന്വേഷിച്ച് റദ്ദ് ചെയ്യുക. നാട് നീളെടുത്ത മുഴുവൻ കള്ളക്കേസുകളെക്കുറിച്ചും പഠിക്കാനും പ്രത്യേക സമിതി ഉണ്ടാക്കി അവയൊക്കെ പ്രത്യേക ഉത്തരവിലൂടെ ഇളവ് ചെയ്തു കൊടുക്കാൻ തീരുമാനമെടുക്കുക. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രതിപക്ഷം ഉയർത്തിയ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്താൻ അതിൻ്റെ എല്ലാം പേരിൽ എഫ്ഐആർ ഇടുക. AI ക്യാമറ വിവാദം, സ്പ്രിംഗ്ലർ വിവാദം, ഇതിനൊക്കെ പേരിൽ എഫ്ഐആർ ഇടുക. ഡാം അഴിച്ചുവിട്ട് ജനത്തെ കൊന്നു എന്നതിൻ്റെ പേരിൽ എഫ്ഐആർ ഇടുക. ഏതൊക്കെ വിഷയങ്ങളായിരുന്നു പ്രതിപക്ഷം കഴിഞ്ഞ 10 വർഷം ഈ സർക്കാരിനെതിരെ ഉയർത്തിയത്? അത്തരം വിഷയങ്ങളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് ആ വിഷയങ്ങളിൽ ആരോപണ വിധേയരായിരിക്കുന്നവർക്കെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തുക. അതിൽ തന്നെ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടത് മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പരാതികളാണ്. അവിടെ അർഹതപ്പെട്ട പലർക്കും പുനരധിവാസം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അനർഹർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിരിക്കുന്നു. ആ കിട്ടിയ പണമൊക്കെ എന്തു ചെയ്തു? അതെങ്ങനെ ദൂർത്തടിച്ചു? ആരൊക്കെയാണ് ഇനിയും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർ? ഇവയെല്ലാം വിശദമായി പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ തന്നെ നിയോഗിക്കുകയും അടിയന്തരമായി അവരുടെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുക. 9ാമത്തേത്, നീതി നിഷേധിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ ഇവിടെയുണ്ട്. ഉദാഹരണത്തിന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ, PP ദിവ്യ CPMൻ്റെ ഉയർന്ന നേതാവായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോയി. UDFൻ്റെ MLA ആയ KK രമയുടെ ഭർത്താവ് TP ചന്ദ്രശേഖരൻ, കൃപേഷും ശരത് ലാലും അടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകർ, CPM നടത്തിയ കൊലകളും CPM നടത്തിയ നികൃഷ്ട പ്രവർത്തികളും പ്രത്യേകം അന്വേഷിക്കുകയും അവയിൽ നടപടി കൈക്കൊള്ളുകയും ചെയ്യാൻ പ്രത്യേക സംവിധാനമുണ്ടാക്കുക. ലാവ്ലിൻ കേസിലെ മെല്ലെപ്പോക്ക് പരിഹരിക്കാൻ ഊർജ്ജസ്വലമായ നടപടിയെടുക്കുക. 10ാമത്തേത്, ആശാവർക്കർമാരും നേഴ്സുമാരും ഒക്കെ നടത്തിയ സമരത്തിൻ്റെ അന്തസ്സത്ത തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ അടിയന്തര നടപടിയെടുക്കുക. 10 വർഷം നടത്തിയ സകല താൽക്കാലിക നിയമനങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തി അവരെയെല്ലാം പിരിച്ചുവിടുക. അവർക്ക് ഈ നാളുകളിൽ 10 വർഷം പൂർത്തിയായതിൻ്റെ പേരിൽ ഏതോ കോടതി വിധി ചൂണ്ടിക്കാട്ടി സ്ഥിരീകരിക്കാനുള്ള നീക്കത്തിലാണ്. അടിയന്തരമായി ഇവരെയൊക്കെ പിരിച്ചുവിട്ടില്ലെങ്കിൽ ഇവരിൽ പലരും സ്ഥിരീകരിക്കപ്പെടാം. ഇത്തരം നിയമന അട്ടിമറികൾ ഒക്കെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി പരിഹരിക്കുകയും PSC നിയമനത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ നടപടികൾ എടുക്കുകയും ചെയ്യുക. ഈ 10 കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തില്ലെങ്കിൽ ജനം കൂക്കി വിളിക്കും, പ്രതിരോധിക്കും എന്ന് VD സതീശൻ മനസ്സിലാക്കാതെ പോവരുത്.